വേനൽ കനത്തതോടെ ക്ഷീരകർഷകർ കടുത്ത പ്രതിസന്ധിയിൽ. പൊള്ളുന്ന വെയിലിൽ പാലുൽപാദനം കുറഞ്ഞതും കന്നുകാലികളിൽ വർദ്ധിച്ചുവരുന്ന അസുഖങ്ങളുമാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. പാലപ്പിള്ളി കുണ്ടായി ചൊക്കന മേഖലയിൽ നിലയുറപ്പിച്ച കാട്ടാനക്കൂട്ടം. മേഖലയിലുള്ളത് 20-ലധികം ആനകൾ. ഭീതിയോടെ നാട്ടുകാർ. MDMA കേസിൽ അറസ്റ്റിലായ വിദേശ പൌരനെ കുന്നംകുളം പോലീസ് ചോദ്യം ചെയ്യുന്നു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിൽപ്പന സംഘത്തിലെ പ്രധാനിയാണ് ഇയാളെന്ന് കണ്ടെത്തൽ. കുട്ടനല്ലൂർ ഫ്ളൈ ഓവറിന് സമീപം തടി കയറ്റിയ ലോറി നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയിലിടിച്ച് ലോറി ക്ലീനർ മരിച്ചു. മേഖലയിൽ അപകടങ്ങൾ തുടർക്കഥ. പെരുമ്പിലാവിൽ വെള്ളം വിതരണത്തിന്റെ മറവിൽ ലഹരി വസ്തുക്കളുടെ വിൽപ്പന. വെള്ളം ഗോഡൌണിൽ നിന്നും 7 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കൊറ്റംകുളത്ത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ കുടുംബത്തെ ആക്രമിച്ച പ്രതി അറസ്റ്റിൽ. പെരിഞ്ഞനം പൊന്മാനിക്കുടം സ്വദേശി സെമീറാണ് അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. വേനൽ കനത്തതോടെ ക്ഷീരകർഷകർ കടുത്ത പ്രതിസന്ധിയിൽ. പൊള്ളുന്ന വെയിലിൽ പാലുൽപാദനം കുറഞ്ഞതും കന്നുകാലികളിൽ വർദ്ധിച്ചുവരുന്ന അസുഖങ്ങളുമാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. കേരളത്തിന്റെ നെല്ലറയായ പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ വേനൽ മഴ കനത്തതോടെ വൈക്കോൽ വ്യാപകമായി നശിച്ചതാണ് ക്ഷാമത്തിന് പ്രധാന കാരണം. പച്ചപ്പുല്ലും കിട്ടാനാകാത്ത സ്ഥിതിയാണ്. ഇതിനിടയിലാണ് ഇരുട്ടടിയെന്നോണം പശുക്കളിൽ അസുഖങ്ങളും കണ്ടുവരുന്നത്. വേനൽ ചൂടിൽ കറവ പശുക്കൾ തളർന്നു വീഴുന്ന സംഭവങ്ങൾ സാധാരണയായിരിക്കുകയാണ്. ചൂടിനു പുറമെ കാൽസ്യത്തിന്റെ അഭാവവും പശുക്കൾ തളർന്നു വീഴാൻ ഇടയാക്കുന്നതായി മൃഗഡോക്ടർമാർ പറയുന്നു. കൃത്യമായ ചികിത്സ ലഭ്യമാക്കിയില്ലെങ്കിൽ തളർന്നു വീണ പശുക്കൾക്ക് ജീവഹാനിയും സംഭവിക്കാം. മൃഗസംരക്ഷണ വകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ തയ്യാറായാൽ വേനൽ പ്രതിസന്ധിയെ അതിജീവിക്കാനാകുമെന്ന് വെറ്റിനറി ഡോക്ടർ കെ വിവേക് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ അതിരൂക്ഷമായ വേനൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷീരകർഷകർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കറവയുള്ള പശുക്കളുടെ കാര്യത്തിലാണെങ്കിലും മറ്റു ഉരുക്കളുടെ കാര്യത്തിലാണെങ്കിലും ഈ ഒരു 2 മാസം മെയ് പകുതി വരെയെങ്കിലും കൃത്യമായിട്ടുള്ള പരിപാലന രീതി വെച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ തുറസായ സ്ഥലങ്ങളിൽ പശുക്കളെയോ മറ്റുരുക്കളെയോ മേയാൻ വിടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ശുദ്ധജലം, തണുത്ത ശുദ്ധജലം ആവശ്യത്തിന് കുടിക്കാൻ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. തളർന്നു വീണ കന്നുകാലികൾക്ക് ചികിത്സ ഉറപ്പുവരുത്തുന്നതിനായി സർക്കാർ കൗ ലിഫ്റ്റ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. പശുക്കളെ യന്ത്രസഹായത്തോടെ എഴുന്നേൽപ്പിച്ചു നിർത്തി ചികിത്സ നൽകുന്ന പദ്ധതിയാണിത്. ചൂട് ഉയരുന്നതിനനുസരിച്ച് ശരീരത്തിന്റെ പ്രതിരോധശേഷി നഷ്ടപ്പെടുന്നതും ഭക്ഷണം കഴിക്കാനാകാത്തതുമാണ് പാൽ ലഭ്യതയിൽ കുറവ് വരുത്തുന്നത്. തൊഴുത്തുകളിലെ താപനില നിയന്ത്രിക്കാനായി ഫാനുകൾ സ്ഥാപിച്ചും ഫാമുകളുടെ മേൽക്കൂര തണുപ്പിക്കാൻ വെള്ളം സ്പ്രേ ചെയ്യുന്ന സംവിധാനം ഒരുക്കിയും ഒരു പരിധിവരെ ഇതിനെയും പ്രതിരോധിക്കാനാകും. ഇതെല്ലാം തെളിയിക്കുന്നത് നാൽക്കാലികൾക്കും വേനലിൽ ഇരട്ടി കരുതൽ വേണമെന്ന് തന്നെയാണ്. ക്ഷീരവ്യവസായത്തെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റി സർക്കാർ സംരക്ഷിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. TCV ഗുരുവായൂർ. പാലപ്പിള്ളി കുണ്ടായി ചൊക്കന റോഡിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് ഭീതി പരത്തി. കഴിഞ്ഞ ദിവസം ഉച്ചതിരിഞ്ഞ് റോഡ് മുറിച്ചു കടന്ന ആനക്കൂട്ടം റബ്ബർ തോട്ടത്തിൽ തമ്പടിച്ചിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ചൊക്കന റബ്ബർ പ്ലാന്റേഷനിൽ ഇറങ്ങിയ 20ഓളം ആനകളിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള 11 ആനകളാണ് റോഡിൽ ഇറങ്ങിയത്. ചിഹ്നം വിളിച്ച റോഡ് മുറിച്ചു കടന്ന ആനക്കൂട്ടത്തെ കണ്ട് വാഹനയാത്രക്കാർ ഏറെ നേരമാണ് റോഡിൽ കുടുങ്ങിയത്. വളവുള്ള ഭാഗത്ത് ഇറങ്ങുന്ന ആനക്കൂട്ടത്തിന് മുൻപിൽ അകപ്പെടുന്ന വാഹനയാത്രക്കാർ പലപ്പോഴും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെടുന്നത്. പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ആനക്കൂട്ടം പകൽ സമയങ്ങളിൽ റോഡിൽ ഇറങ്ങുന്നത് നാട്ടുകാരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ദിവസങ്ങളായി കുണ്ടായി ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്ന കൂട്ടം തെറ്റിയ ഒറ്റയാനെ കൊണ്ട് പൂർത്തിമുട്ടിയിരിക്കുന്നതിനിടെയാണ് ആനക്കൂട്ടത്തിന്റെ ശല്യവും രൂക്ഷമായിരിക്കുന്നത്. ആനകളെ കാടുകയറ്റി പ്രദേശവാസികൾക്ക് സുരക്ഷയൊരുക്കാൻ നടപടി വേണമെന്ന ആവശ്യം ഉയരുമ്പോഴും യാതൊരു നടപടിയും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. MDMA കേസിൽ അറസ്റ്റിലായ വിദേശ പൌരനെ ചോദ്യം ചെയ്യലിനായി കുന്നംകുളം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. വിയൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിലുള്ള ടാൻസാനിയ സ്വദേശി അബ്ദുൽ ഹാമദ് മഖാമയെയാണ് ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ വാങ്ങിയത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ചൊവ്വന്നൂരിൽ നിന്ന് 67 ഗ്രാം MDMAയും 2 കിലോ ഹാഷിഷ് ഓയിലുമായി 2 പ്രതികളെ പിടികൂടുകയും തുടർന്നുള്ള അന്വേഷണത്തിൽ 2 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. 5 പ്രതികളുള്ള ഈ കേസിലെ 5ാം പ്രതിയാണ് വിദേശ പൌരൻ. പ്രതികൾക്ക് MDMA വിൽപ്പന നടത്തിയ കേസിലാണ് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് കുന്നംകുളം പോലീസ് വിദേശ പൌരനെ പിടികൂടിയത്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിൽപ്പന സംഘത്തിലെ പ്രധാനിയും ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വൻതോതിൽ ലഹരി വസ്തുക്കൾ എത്തിക്കുന്ന സംഘത്തലവനുമാണ് പ്രതിയെന്നും പോലീസ് പറഞ്ഞു.
കുട്ടനല്ലൂർ ഫ്ളൈ ഓവറിന് സമീപം തടി കയറ്റിയ ലോറി നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയിലിടിച്ച് ലോറി ക്ലീനർ മരിച്ചു. ഈരാറ്റുപേട്ട സ്വദേശി 50 വയസ്സുള്ള ബഷീറാണ് മരിച്ചത്. ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു. പുലർച്ചെയായിരുന്നു അപകടം. എറണാകുളത്ത് നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോയിരുന്ന തടി കയറ്റിയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ ലോറിക്കുള്ളിൽ കുടുങ്ങിയവരെ ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് പുറത്തെടുത്തത്. ബഷീർ ആശുപത്രിയിലെത്തും മുമ്പ് മരിച്ചിരുന്നു. ഗുരുതര പരിക്കേറ്റ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പെരുമ്പിലാവിൽ വെള്ളം വിതരണ ഗോഡൌണിൽ നിന്ന് 7 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. പെരുമ്പിലാവ് കരിക്കാട് ചോല സ്വദേശി ഷമീലിന്റെ ഉടമസ്ഥതയിലുള്ള വെള്ളം വിതരണ ഗോഡൌണിൽ നിന്നാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. കുന്നംകുളം പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും കുന്നംകുളം പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. സംഭവത്തിൽ പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. വെള്ളം വിതരണത്തിന്റെ മറവിലാണ് പ്രതി മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും യുവാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്തിരുന്നതെന്നും MDMA ഉൾപ്പെടെ നിരവധി ലഹരി കേസുകളിൽ പ്രതിയാണ് ഷമീലെന്നും പോലീസ് പറഞ്ഞു. വീടിനോട് ചേർന്നുള്ള ഗോഡൌണിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ ചാക്കിലാക്കി സൂക്ഷിച്ചിരിക്കുന്നത്. കൊറ്റംകുളം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ കുടുംബത്തെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് ആക്രമണം നടത്തിയ പ്രതി റിമാൻഡിൽ. പെരിഞ്ഞനം പൊന്മാനിക്കുടം സ്വദേശി കാക്കരാലി വീട്ടിൽ സെമീറിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. പെരിഞ്ഞനം കൊറ്റംകുളത്തുള്ള ഹോട്ടലിന്റെ മുൻവശത്തുള്ള പാർക്കിംഗ് ഏരിയയിൽ ഞായറാഴ്ച രാത്രിയാണ് കൊറ്റംകുളം സ്വദേശിയായ സിജിലിന് മർദ്ദനമേറ്റത്. സ്ത്രീകളടക്കമുള്ള തന്റെ കുടുംബത്തിനെ അസഭ്യം പറഞ്ഞതിനെ ചോദ്യം ചെയ്തതിനുള്ള വിരോധത്താലാണ് കാറിന്റെ താക്കോൽ ഉപയോഗിച്ച് സിജിലിനെ ആക്രമിച്ചത്. തടയാൻ വന്ന ഉമ്മയെയും ഭാര്യയെയും മകളെയും ദേഹോപദ്രവം ഏൽപ്പിച്ചിരുന്നു. ആക്രമണത്തിൽ സിജിലിന്റെ പല്ല് തെറിച്ചുപോയിട്ടുണ്ട്. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് തിരുവമ്പാടി വിഭാഗം നടുവിലാലും നായ്ക്കനാലിലും നിർമ്മിക്കുന്ന പന്തലുകളുടെ കാൽനാട്ടുകർമ്മം നടന്നു. തിരുവമ്പാടി ക്ഷേത്രത്തിലെ മുതിർന്ന കമ്മിറ്റി അംഗം മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ശേഷം ദേശക്കാർ ചേർന്ന് ആദ്യം നടുവിലാലിലും പിന്നീട് നായ്ക്കനാലിലും നിർമ്മിക്കുന്ന പന്തലുകളുടെ കാൽനാട്ടി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മേയർ MK വർഗീസ്, P ബാലചന്ദ്രൻ MLA, CPM ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് KV അബ്ദുൾ ഖാദർ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, BJP തൃശൂർ സിറ്റി പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, ഗുരുവായൂർ ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ VK വിജയൻ, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ TA സുന്ദർ മേനോൻ, സെക്രട്ടറി K ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി P ശശിധരൻ, ഡിവിഷൻ കൌൺസിലർ പൂർണിമ സുരേഷ്, മറ്റ് ജനപ്രതിനിധികൾ, കമ്മിറ്റി അംഗങ്ങൾ, ദേശക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 100 അടിയിലധികം ഉയരത്തിൽ നിർമ്മിക്കുന്ന ഇരു പന്തലുകളും സാമ്പിൾ വെടിക്കെട്ടിന് മുൻപേ തന്നെ ദീപാലങ്കൃതമാക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് TA സുന്ദർ മേനോനും മുൻപത്തേക്കാൾ അതിമനോഹരമായി ഇത്തവണ പൂരം നടത്തുമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രനും ദേവസ്വങ്ങളും ഭക്തജനങ്ങളും ദേശക്കാരും ചേർന്ന് ഇത്തവണ അതിമനോഹരമായി പൂരം നടത്തുമെന്ന് ഗുരുവായൂർ ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ VK വിജയനും കഴിഞ്ഞ തവണ ഉണ്ടായതുപോലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതെ എല്ലാവരുമായി സഹകരിച്ച് ഇത്തവണ മനോഹരമായി പൂരം നടത്തുമെന്ന് ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാറും പറഞ്ഞു. അതിമനോഹരമായ പന്തലുകളാണ് ഇവിടെ നിർമ്മിക്കാൻ പോകുന്നത്. വർണ്ണപ്പകിട്ടോടുകൂടിയുള്ള ലൈറ്റിംഗ് സംവിധാനത്തോടുകൂടി സാമ്പിൾ വെടിക്കെട്ടിന് മുമ്പ് എല്ലാം പൂർത്തീകരിച്ച് ഈ പൂരം ആസ്വദിക്കാൻ വരുന്ന എല്ലാവർക്കും വളരെ അതിമനോഹരമായ പന്തൽ കാണാവുന്നതാണ്. ഇതുവരെ നടന്ന പൂരങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായ, ഏറ്റവും നല്ല രീതിയിൽ പൂരം നടക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നിട്ടുണ്ട്. അതിൽ പാർമേക്കാവും തിരുവമ്പാടിയും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള പ്രൗഢിയോടും ആകർഷകത്തോടും കൂടി ഇത്തവണ പൂരം നടത്തുവാൻ വേണ്ടി പൂരപ്രേമികളും ഭക്തജനങ്ങളും ദേവസ്വങ്ങളും സർക്കാരുകളും എല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണ്. എല്ലാവർക്കും ആസ്വദിക്കാവുന്ന രീതിയിൽ ഇത്തവണത്തെ പൂരം ഗംഭീരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ വർഷമുണ്ടായ ചെറിയ പ്രശ്നങ്ങൾ അതെല്ലാം നമ്മുടെ എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് സംസാരിച്ച് അതിനെല്ലാം ഏതെല്ലാം തരത്തിലുള്ള റെമഡീസാണ് എന്ന് കണ്ടെത്തുകയും യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ വളരെ ഭംഗിയായി എല്ലാവരും ഒരുമിച്ച് കൂടി നിന്ന് നമുക്ക് നടത്താൻ സാധിക്കും. നടുവിലാൽ പന്തലിന്റെ നിർമ്മാണം ചെറുതുരുത്തി ആരാധനാ പന്തൽ വക്സിന്റെ സെയ്തലവിയും നായ്ക്കനാൽ പന്തലിന്റെ നിർമ്മാണം ചേറൂർ സ്വദേശി മണികണ്ഠൻ പള്ളത്തുമാണ് നടത്തുന്നത്. മെയ് 6, 7 തീയതികളാണ് പ്രസിദ്ധമായ തൃശൂർ പൂരം. TCV ന്യൂസ്, തൃശൂർ.
ഫ്രാൻസിസ് പാപ്പയുടെ സംസ്കാരം നാളെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 നടക്കും. ഇന്ന് വൈകിട്ട് 10 പൊതുദർശനം പൂർത്തിയാക്കി പേടകം അടയ്ക്കും. നാളെ രാവിലെ ആരംഭിക്കുന്ന സംസ്കാര ശുശ്രൂഷകൾ പൂർത്തിയാക്കി പാപ്പായുടെ ഭൗതിക ശരീരം വത്തിക്കാനിലെ മേരി മേജർ ബസിലിക്കയിലെത്തിച്ച് അടക്കം ചെയ്യും. സംസ്കാര ചടങ്ങിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. പ്രശസ്ത കഥകളി മദ്ദള ആചാര്യൻ കലാമണ്ഡലം നാരായണൻ നായർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ അമലയിലെ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. കലാമണ്ഡലം അപ്പുകുട്ടി പൊതുവാളുടെ ആദ്യകാല ശിഷ്യരിൽ പ്രധാനിയായിരുന്നു നാരായണൻ നായർ. ചിട്ടവിടാതെയുള്ള വാദന ശൈലി ഇദ്ദേഹത്തെ മറ്റുള്ള മദ്ദള വിദ്വാൻമാരിൽ നിന്നും വേറിട്ട് നിർത്തിയിരുന്നു. കോട്ടയ്ക്കൽ വിശ്വംഭര ക്ഷേത്രോത്സവത്തിലായിരുന്നു അവസാനത്തെ അരങ്ങ്. കേരള കലാമണ്ഡലം അവാർഡ്, സംഗീത നാടക അക്കാദമി അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. 50-ൽ പരം വിദേശ രാജ്യങ്ങളിൽ സബരിയയുമായി സഞ്ചരിച്ചിട്ടുണ്ട്. ദീർഘകാലം ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ കലാനിലയം, കേരള കലാമണ്ഡലം എന്നീ സ്ഥാപനങ്ങളിൽ അധ്യാപകനായിരുന്നു. സംസ്കാരം നെല്ലുവായിലെ വസതിയിൽ നടക്കും. മോഷണ സ്വർണം വിൽക്കാൻ സഹായിച്ചയാൾ പോലീസ് പിടിയിൽ. കേസിലെ 2ാം പ്രതിയായ കോഴിക്കോട് കള്ളിയാട്ടുപറമ്പ് സ്വദേശി രജീഷ് ബാബു എന്നറിയപ്പെടുന്ന റഷീദിനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. തളിക്കുളം സ്വദേശി കൊരയാട്ടുപറമ്പിൽ സുൽഫിക്കർ അലിയുടെ വീട്ടിൽ നിന്ന് 5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കഴിഞ്ഞ നവംബറിൽ കവർച്ച ചെയ്യപ്പെട്ടിരുന്നു. വീട്ടിലെ ജോലിക്കാരിയായിരുന്ന തളിക്കുളം അറക്കാവിൽ വീട്ടിൽ ഫൗസിയയാണ് 1ാം പ്രതി. സെക്രട്ടറിയെ മറികടന്ന് ഹൈക്കോടതിയെ സമീപിച്ച ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ UDF. ചൂണ്ടൽ പഞ്ചായത്തിലെ തെരുവുവിളക്ക് പരിപാലന പദ്ധതിയുടെ ടെൻഡർ നടപടികളുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഹൈക്കോടതിയെ സമീപിച്ചതിനെതിരെ UDF രംഗത്ത്. പഞ്ചായത്ത് സെക്രട്ടറിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് പ്രസിഡന്റ് കോടതി നടപടികളിലേക്ക് കടന്നതെന്ന് UDF അംഗങ്ങൾ ആരോപിച്ചു. സെക്രട്ടറി പദ്ധതി നിർവഹണം നടത്തുന്ന തെരുവ് വിളക്ക് പരിപാലനത്തിനായി ഈ ടെൻഡർ ക്ഷണിച്ചിരുന്നു. ഇതിൽ കുറഞ്ഞ തുകയ്ക്ക് ടെൻഡർ വെച്ച ഡെക്കാൻ അസോസിയേറ്റ്സ് എന്ന സ്ഥാപനത്തെ ഒഴിവാക്കി 2ാമത് കുറഞ്ഞ തുക കാണിച്ചയാൾക്ക് ടെൻഡർ അനുവദിക്കാൻ LDF ഭരണസമിതി തീരുമാനിച്ചിരുന്നു. ഇതിനെതിരെ UDF അംഗങ്ങളും പഞ്ചായത്ത് സെക്രട്ടറിയും വിയോജിക്കുകയും സെക്രട്ടറി സർക്കാർ ശുപാർശ ആവശ്യപ്പെട്ട് കത്ത് നൽകുകയും ചെയ്തു. തുടർന്ന് വിഷയം പഞ്ചായത്ത് ഓംബുഡ്സ്മാന്റെ പരിഗണനയ്ക്ക് വിടാനും അവസാന തീർപ്പ് വരുന്നതുവരെ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം റദ്ദ് ചെയ്യാനും സർക്കാർ ഉത്തരവായി. ഇതിനെതിരെ ടെൻഡറിൽ പങ്കെടുത്ത നിലവിലെ കരാറുകാരൻ ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങി. തുടർന്ന് കുറഞ്ഞ നിരക്കിന് ടെൻഡർ വിളിച്ച കക്ഷി ഹൈക്കോടതിയിലെത്തി സ്റ്റേ ഒഴിവാക്കി വിധി സമ്പാദിച്ചു. ഈ അവസരത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ച് മുൻവിധിക്കെതിരെ സ്റ്റേ വാങ്ങിയത്. ഇത് നിയമവിരുദ്ധമാണെന്നാണ് UDF അംഗങ്ങളുടെ ആരോപണം. തെരുവുവിളക്ക് തെളിയിക്കേണ്ടത് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായതിനാലും സെക്രട്ടറി ആ ദിവസങ്ങളിൽ ലീവായതിനാലുമാണ് താൻ നേരിട്ട് ഹൈക്കോടതിയെ സമീപിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ പറഞ്ഞു. തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് പ്രസിഡന്റ് കോടതിയെ സമീപിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് സെക്രട്ടറി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിക്കും ഹൈക്കോടതി രജിസ്ട്രാർക്കും കത്ത് നൽകിയിട്ടുണ്ട്. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, UDF മണ്ഡലം ചെയർമാൻ RM ബഷീർ, ചൂണ്ടൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ആന്റോ പോൾ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി VM മുസ്തഫ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് PK പരീദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCB ന്യൂസ്, കുന്നംകുളം. തൃശൂർ കോർപ്പറേഷന്റെ ഗോസായിക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തീപിടുത്തം. കുട്ടികൾക്ക് വാക്സിൻ നൽകുന്ന മുറിയിലാണ് തീപിടുത്തമുണ്ടായത്. നിരവധി രേഖകൾ കത്തിനശിച്ചു. അപകട കാരണം വ്യക്തമല്ലെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ആകാമെന്നാണ് പ്രാഥമിക നിഗമനം. കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗം സ്ഥലത്ത് പരിശോധന നടത്തി. മേയർ MK വർഗീസ്, ഡിവിഷൻ കൌൺസിലർ സിന്ധു ആന്റോ ചാക്കുള എന്നിവരും സ്ഥലം സന്ദർശിച്ചു. സമയത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ഇരിങ്ങാലക്കുട തൃപ്രയാർ റൂട്ടിലെ സ്വകാര്യ ബസ് ജീവനക്കാരന് മർദ്ദനമേറ്റതായി പരാതി. നിമ്മിമോൾ ബസ്സിലെ കണ്ടക്ടറും കാറളം കിഴുത്താണി സ്വദേശിയുമായ വലിയാട്ടിൽ സത്യപാലനാണ് മർദ്ദനമേറ്റത്. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ തൃപ്രയാർ സ്റ്റാൻഡിൽ വെച്ചാണ് ആക്രമണമുണ്ടായത്. ഇതേ റൂട്ടിൽ സർവീസ് നടത്തുന്ന കൃഷ്ണാസ് ബസ്സിലെ ജീവനക്കാരനായ രമേശാണ് മർദ്ദിച്ചതെന്ന് സത്യപാലൻ പറഞ്ഞു. കാലുകൊണ്ടുള്ള ചവിട്ടേറ്റ് ഇയാൾക്ക് നെഞ്ചിൽ ക്ഷതമേറ്റിട്ടുണ്ട്. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ വലപ്പാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആടെ വന്ന് പെട്ടെന്ന് ഡോർ തുറന്ന് ഓടി വന്നിട്ട് കോളർമ്മ പിടിക്കലും മുട്ടാലുണ്ട് ഇങ്ങനെ ഒരു അമർത്തി തന്നെ എനിക്ക് നല്ല വേണ്ടത് ശ്വാസം ഇല്ലാണ്ടായി. എനിക്ക് പെട്ടെന്ന് ഇടിച്ച മാതിരി എനിക്ക് തോന്നിയത്, ഉറക്കത്തിലാണല്ലോ ഇടിച്ച മാതിരി എനിക്ക് തോന്നിയത്. പക്ഷെ എനിക്ക് പെട്ടെന്ന് ബോധം പോയ മാതിരി. അപ്പോഴേക്കും ഡ്രൈവർ വണ്ടിയുടെ ഉള്ളിലുണ്ടായിരുന്നു. ആൾ ഓടി വന്ന് ആള് ബലമായിട്ട് പിടിച്ച് വലിച്ചാറുകൊണ്ട് ആൾ കയ്യിൽ നിന്ന് വിട്ടു. അടിപ്പാതകളുടെ നിർമ്മാണത്തെ തുടർന്ന് രൂക്ഷമായ ഗതാഗതക്കുരുക്കിൽ ദേശീയപാതയിലെ കൊരട്ടി മേഖല.
ചാലക്കുടിയിൽ നിന്ന് എറണാകുളത്തെത്താൻ സാധാരണ 2.25 മണിക്കൂറാണ് ആവശ്യം. എന്നാൽ ഇപ്പോഴാകട്ടെ അത് 4 അതിൽ കൂടുതലുമാകും. 2 നടക്കുന്ന അടിപ്പാത നിർമ്മാണത്തെ തുടർന്നാണ് 2.5 പതിറ്റാണ്ടിന് ശേഷം ദേശീയപാതയിൽ ചാലക്കുടി മേഖല കേന്ദ്രീകരിച്ച് ഇത്രയേറെ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. ചിറങ്ങര, മുരിങ്ങൂർ എന്നിവിടങ്ങളിലെ അടിപ്പാത നിർമ്മാണമാണ് വാഹനയാത്രികരെ പെരുവഴിയിൽ മണിക്കൂറുകളോളം നട്ടം തിരിക്കുന്നത്. അടിപ്പാത നിർമ്മാണത്തിന് മുന്നോടിയായി കൊരട്ടി ജംഗ്ഷനിൽ സർവീസ് റോഡുകളുടെ പൂർത്തീകരണവും ഗതാഗതക്കുരുക്കിന് ആക്കം കൂട്ടുന്നു. ഡിസംബർ അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് ദേശീയപാത ഉദ്യോഗസ്ഥർ പറയുന്നത്. ചിറങ്ങരയിലെ മെല്ലെപ്പോക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാൽ എത്രകാലം ജനങ്ങൾ ഈ ദുരിതം പേറേണ്ടി വരുമെന്ന് പറയാനാകില്ല. ഇതിനുശേഷം കൊരട്ടിയിൽ സ്പാൻ മോഡൽ അടിപ്പാതയും നിർമ്മിക്കണം. സർവീസ് റോഡുകളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലാത്തതാണ് ചിറങ്ങരയിലെ പ്രശ്നം. ഭാരവാഹനങ്ങൾ കയറിയപ്പോൾ 2 കാനയുടെ സ്ലാബ് തകർന്നു. ഇവിടെ റോഡിന്റെ ഇരുഭാഗവും അടിത്തട്ട് കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കി. തൃശൂർ റൂട്ടിലുള്ള സൈഡ് ഭിത്തിയും പൂർത്തിയായി വരികയാണ്. ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങുമ്പോൾ രാപ്പകൽ വ്യത്യാസമില്ലാതെ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കുള്ള വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന കാഴ്ചയും സാധാരണം. മുരുങ്ങൂർ ജംഗ്ഷനിൽ ഇരുവരികളിലും ഒന്നിച്ചാണ് നിർമ്മാണ പ്രവർത്തനം. ഇതോടെ കൊരട്ടി മേഖലയിലെ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. TCV ന്യൂസ്, ചാലക്കുടി. ഉത്സവത്തിന് മുൻപായി ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കിഴക്കേ നടപ്പുരയുടെ തെക്കുവശത്തുള്ള ആനവയറൻ മതിലിലെ ആനപ്പടി വീതി കൂട്ടി നിർമ്മിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി നിലവിലുള്ള വാതിൽ പൊളിച്ചു നീക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. ഭക്തർക്കും ആനകൾക്കും സുഗമമായി കടന്നുപോകുന്നതിനായി 5 മീറ്റർ വീതിയിലും 5 മീറ്റർ ഉയരത്തിലുമാണ് പുതിയ വാതിൽ നിർമ്മിക്കുക. കരിങ്കല്ലുകൊണ്ടുള്ള കട്ടിള പണിത് അതിനുള്ളിൽ വാതിൽ പണിയാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഉത്സവത്തിന് മുമ്പായി നിർമ്മാണം പൂർത്തിയാക്കാനാണ് ശ്രമമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. വെള്ളാങ്കല്ലൂർ ചിരട്ടക്കുന്നിൽ നിന്നും കാണാതായ യുവാവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചിരട്ടക്കുന്ന് സ്വദേശി ചേലക്കാട്ടുപറമ്പിൽ ടെറിനെയാണ് പൈങ്ങോട് പണിക്കച്ചുറയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബുദ്ധിവൈകല്യമുള്ള യുവാവിനെ കഴിഞ്ഞ ദിവസം മുതൽ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ഇന്നലെ രാത്രി പണിക്കച്ചുറയിലെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംസ്ഥാന മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി കേന്ദ്ര കാര്യാലയം തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റാനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കുക, കേന്ദ്ര സർക്കാരിന്റെ മണൽ ഖനനം നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ധർണ ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് AM അലാവുദ്ദീൻ, സംസ്ഥാന സെക്രട്ടറിമാരായ KD വീരമണി, മുസ്താഖ് അലി, സിജിത്ത് വാടാനപ്പള്ളി, മണി കാവുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ചിന് നളിനാക്ഷൻ, നകുലൻ, വേണു തുടങ്ങിയവർ നേതൃത്വം നൽകി. ദീർഘശാലി കൂടിയായിരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ K കരുണാകരന്റെ കാലം സ്വന്തമായി സ്ഥലം നൽകി അതിനൊരു ഓഫീസ് കൊടുത്തു. എന്തിനു വേണ്ടിയാണ്? കേരളത്തിന്റെ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. പാറയമ്പാടം അഗതിയൂർ റോഡിലെ പാലം ശോചിയാവസ്ഥയിൽ. പാലത്തിന്റെ അടിവശത്തെ കമ്പികളെല്ലാം പുറത്തു കാണാവുന്ന സ്ഥിതിയിലാണ്. 1965 ആശാരിത്തോടിന് കുറുകെ പാലം നിർമ്മിച്ചത്. പാലത്തിന്റെ ഇരുവശത്തിലൂടെയും ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് വലിച്ചിട്ടുണ്ട്. സംസ്ഥാന പാതയിൽ തിരക്കേറുമ്പോൾ വലിയ വാഹനങ്ങൾ ഈ വഴിയാണ് പോകാറുള്ളത്. സംസ്ഥാന പാതയും കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡുമായി ബന്ധിപ്പിക്കുന്ന വഴിയായതിനാൽ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി പോകുന്നത്. ഇടുങ്ങിയ പാലമായതിനാൽ ഒരേ സമയം ഒരു വാഹനത്തിന് മാത്രമേ ഇതിലെ പോകുവാനും സാധിക്കുകയുള്ളൂ. കാലപ്പഴക്കം കൊണ്ട് ശോചിയാവസ്ഥയിലായ പാലം പൊളിച്ചു പണിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തൃശൂർ സിറ്റി 35ാം ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. P. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KC ബൈജു അധ്യക്ഷനായിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ, കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി, ACPമാരായ CR സന്തോഷ്, SP സുധീരൻ തുടങ്ങിയവർ സംസാരിച്ചു. അതിന്റെ ഒരു ജന്മവും ജാതകവും മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന ശ്രീ ഇളങ്കോ പല ഭാഷകളിൽ അത് ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നത്
കൈപ്പറമ്പ് തലക്കോട്ടുകര റോഡിൽ വഴിയാത്രക്കാർക്ക് തടസ്സമായി മെറ്റൽ കൂട്ടം. അധികാരികൾ നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് അധികാരികൾക്ക് ബിഗ് സല്യൂട്ട് എന്ന പേരിൽ മെറ്റലിന് മുകളിൽ പ്രദേശവാസികൾ റീത്ത് സമർപ്പിച്ചു. മറ്റൊരു റോഡ് പണിക്കായി ഈ റോഡിൽ മെറ്റൽ കൂട്ടിയിട്ട് മാസങ്ങൾ പിന്നിട്ടു. കളക്ടർക്കും MLA-മാർക്കും വിവരം അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു. കൈപ്പറമ്പ് പഞ്ചായത്തിന്റെ ഭാഗം ടാറിംഗ് പണിക്ക് വേണ്ട നടപടികളായ സമയത്താണ് ജൽജീവൻ പദ്ധതിയുടെ റോഡ് പൊളിക്കലും പൈപ്പിടലും നടന്നത്. എന്നാൽ അതും പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. മാർ അദായ് ശ്ലീഹ പള്ളിയുടെ റബ്ബർ എസ്റ്റേറ്റിലെ 54 റബ്ബർ മരങ്ങൾ മോഷണം പോയി 2 വർഷം കഴിഞ്ഞിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഞായറാഴ്ച പറവട്ടാനി ചർച്ച് സ്ക്വയറിൽ പ്രതിഷേധ ഉപവാസം കൂട്ടധർണ സംഘടിപ്പിക്കുമെന്ന് പള്ളി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടാപ്പിംഗ് നടത്തിക്കൊണ്ടിരുന്ന 8 വർഷം പഴക്കമുള്ള 54 റബ്ബർ മരങ്ങളാണ് 2023 ഓഗസ്റ്റിൽ മുറിച്ചു കൊണ്ടുപോയത്. ഇത് സംബന്ധിച്ച മണ്ണുത്തി പോലീസിൽ പരാതി നൽകുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടും ഇതുവരെയും മോഷ്ടാക്കളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പ്രതിയെ പിടികൂടാനായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇവരുടെ തീരുമാനം. വാർത്താസമ്മേളനത്തിൽ അസിസ്റ്റന്റ് വികാരി തിമോത്തിയോസ് ജോയ് കശീഷ, സഭാ ട്രസ്റ്റി ബോർഡ് സെക്രട്ടറി ആന്റോ ഡി ഒല്ലുകാരൻ, EP സാബു എന്നിവർ പങ്കെടുത്തു. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും വിരമിച്ച ജീവനക്കാരുടെ സംഗമം തൃശൂരിൽ നടന്നു. TC രവീന്ദ്രനാഥ്, തോമക്കുട്ടി, വത്സല, ഡാർലി, ഉഷ, ചാർലി, നീലകണ്ഠൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. TN ബാലൻ അധ്യക്ഷത വഹിച്ചു. വിജ്ഞാൻ ശ്രേഷ്ഠ അവാർഡ് നേടിയ ഗോവിന്ദൻകുട്ടി, നോവൽ രചയിതാവ് CJ അന്തോണി എന്നിവരെ ആദരിച്ചു. NG ബാബുകുമാർ, ഹരീന്ദ്രനാഥൻ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. എടതിരുത്തി ഫെറോന വികാരി ഫാദർ ജോഷി പാലിയേക്കര കൊടിയേറ്റ് നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ വാഴപ്പള്ളി, കൈക്കാരന്മാരായ ആന്റണി വിധേയത്തിൽ, മണി കുരുതുകുളം എന്നിവർ നേതൃത്വം നൽകി. ഏപ്രിൽ 4-നാണ് ഊട്ടുതിരുനാൾ. പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേണമെന്നുമെന്നും. വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ അഭിരുചികൾ പരിപോഷിപ്പിക്കുന്നതിനായി വിദഗ്ധരുടെ നേതൃത്വത്തിൽ പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദശദിന ക്യാമ്പ് ആരംഭിച്ചു. MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ S. നായർ അധ്യക്ഷയായിരുന്നു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA ഹംസ, പഞ്ചായത്ത് അംഗം KM അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ കഴിവ് പുറത്ത് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് മാത്രമാണോ ഗുണം? നാടിനും നമ്മുടെ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും അല്ലെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവരാണല്ലോ. അതുപോലെ ഒരു സമൂഹത്തിൽ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. CH സാദത്ത്, സായുജ് സുരേന്ദ്രൻ, തോമസ് കാവുങ്ങൽ, നൈജോ ആന്റോ തുടങ്ങിയവർ സംസാരിച്ചു. പഴയന്നൂർ പഞ്ചായത്തിൽ ആർത്തവ കപ്പുകളുടെ വിതരണോദ്ഘാടനം പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷയായിരുന്നു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA ഹംസ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AK ലത, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പഴുവിൽ മാധവ മാരാർ സ്മാരക സ്കന്ദ പുരസ്കാരം ചെണ്ട കലാകാരൻ അന്തിക്കാട് കൃഷ്ണപ്രസാദിനും ഇലത്താള കലാകാരൻ വെള്ളാങ്കല്ലൂർ അനൂപിനും നൽകുമെന്ന് പഴുവിൽ രഘുമാരാർ അറിയിച്ചു. പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പള്ളിവേട്ട ദിവസമായ തിങ്കളാഴ്ച ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് T. രവീന്ദ്രൻ പുരസ്കാരം സമ്മാനിക്കും. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് TK ഇക്ബാൽ നയിക്കുന്ന സാഹോദര്യ പദയാത്ര ആരംഭിച്ചു. അഴീക്കോട് ജെട്ടിയിൽ നിന്ന് ആരംഭിച്ച പദയാത്ര തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KK ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി TV ശിവശങ്കരൻ പതാക ജാഥ ക്യാപ്റ്റൻ TK ഇക്ബാലിന് കൈമാറി. 1-ാം ദിവസത്തെ പദയാത്രയുടെ സമാപനം യു ബസാർ ജംഗ്ഷനിൽ നടന്നു. പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി നിയാസ് ചിറയിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS നിസാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് EA റഷീദ് മാസ്റ്റർ, എറിയാട് പഞ്ചായത്ത് അംഗം നഫീസ അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു. എറിയാട് പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള പദയാത്രയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നാടിന്റെ നന്മക്ക്
ഗുരുവായൂരിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന് സമീപത്തു നിന്ന് 7 അടി നീളമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. ചാമുണ്ടേശ്വരി റോഡിലെ സ്വകാര്യ കെട്ടിട നിർമ്മാണ സ്ഥലത്താണ് പാമ്പിനെ കണ്ടെത്തിയത്. സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രബീഷ് പാമ്പിനെ പിടികൂടി വനം വകുപ്പിന് കൈമാറി. മതിലകം അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി ദീപശിഖ റാലികൾ സംഘടിപ്പിച്ചു. മൺമറഞ്ഞ വോളി പ്രതിഭ പള്ളിനടയിലെ നേവി ജോർജിന്റെ വീട്ടിൽ നിന്ന് കുടുംബാംഗങ്ങൾ പകർന്നു നൽകിയ ദീപശിഖ KP രാജേഷ്, പ്രജിത് സദാനന്ദൻ, അമൽ ബഷീർ എന്നിവരുടെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി. ദീപശിഖ റാലി അഖിലേന്ത്യാ വോളി മാമാങ്കത്തിന്റെ ഉജ്ജ്വല വിളംബരമായി. മുൻ ഇന്റർനാഷണൽ വോളിബോൾ താരം ഗോപിദാസ് സ്റ്റേഡിയത്തിൽ ദീപശിഖ സ്ഥാപിച്ചു. തൃശൂർ രാഗചിത്ര ആർട്സ് അവതരിപ്പിക്കുന്ന 11ാമത് മധുരസ്മരണ സംഗീത സായാഹ്നം ഞായറാഴ്ച തൃശൂർ റീജിയണൽ തിയേറ്ററിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പഴയ സിനിമാ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഞായറാഴ്ച വൈകിട്ട് 5-ന് സംഘടിപ്പിക്കുന്ന സംഗീത സായാഹ്നം പ്രശസ്ത വീണ വിദ്വാൻ A. അനന്തപത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ കോർഡിനേറ്ററും മോഡൽ ബോയ്സ് സ്കൂളിലെ ചിത്രകലാ അധ്യാപികയുമായിരുന്ന PG ഉഷ, PA തോമസ്, T. കൃഷ്ണകുമാർ, PV രാജീവ് എന്നിവർ പങ്കെടുത്തു. എറിയാട് പേ ബസാർ സി സ്റ്റാർ ആർട്സിന്റെ 50ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ലഹരിക്കെതിരെ യുവജന കൂട്ടായ്മയും ഫുട്ബോൾ ടൂർണമെന്റും സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ SHO BK അരുൺ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് TP റഹീം അധ്യക്ഷത വഹിച്ചു. VA സാബിക്, മുഹമ്മദ് സിജാസ്, ഗോപീഷ്, റാഫി എന്നിവർ സംസാരിച്ചു. വലപ്പാട് SN റോഡ് റെസിഡൻസ് അസോസിയേഷൻ 11ാം വാർഷികാഘോഷം ഞായറാഴ്ച CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ തൃപ്രയാറിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് TG ഗിരി, സെക്രട്ടറി പുരുഷോത്തമൻ, AM മജീദ്, ബാബുരാജ് കൊല്ലാറ എന്നിവർ പങ്കെടുത്തു. കൊണ്ടാഴി പഞ്ചായത്ത് കുടുംബശ്രീ CDS അയൽക്കൂട്ടം ഓക്സിലറി അംഗങ്ങളുടെ സർഗാത്മക വിരുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ K. ഷീന അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V. നിഷാമോൾ, വാർഡ് അംഗം സത്യഭാമ രാധാകൃഷ്ണൻ, സുജാത എന്നിവർ സംസാരിച്ചു. വാണിജ്യം. പുണ്യഭൂമിയായ പാവറട്ടിക്ക് തിലകക്കുറിയായി JMJ ഫിൻടെക് ലിമിറ്റഡിന്റെ പുതിയ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു. കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന JMJ ഫിൻടെക് ലിമിറ്റഡിന്റെ പുതിയ ശാഖയാണ് തൃശൂർ ജില്ലയിലെ പാവറട്ടി പള്ളിനടയിലുള്ള തീർത്ഥകേന്ദ്രം കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. 43 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള JMJ ഫിൻടെക് ലിമിറ്റഡ് BSE ലിസ്റ്റഡ് സ്ഥാപനമാണ്. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി സ്ഥാപനത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു. ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം പത്മശ്രീ IM വിജയനും JMJ ഫിൻടെക് ലിമിറ്റഡിന്റെ ചെയർമാൻ ML ജോണിയും മാനേജിംഗ് ഡയറക്ടർ ജോജു MJയും ചേർന്നാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. പാവറട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന, വാർഡ് മെമ്പർ ജെറോം ബാബു, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും തീർത്ഥകേന്ദ്രം ട്രസ്റ്റിയുമായ OJ ഷാജൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് വർഗീസ് അറയ്ക്കൽ, വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി NJ വത്സൻ, കമ്പനി ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ജസ്റ്റിൻ തോമസ് ഒലക്കെങ്കിൽ, കമ്പനി സെക്രട്ടറി വിദ്യാ ദാമോദരൻ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളും നിക്ഷേപകരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കായിക കേരളത്തിന്റെ കറുത്തമുത്ത് പത്മശ്രീ IM വിജയനെ ചടങ്ങിൽ പൊന്നാട അണിയിച്ചും സ്നേഹോപഹാരം നൽകിയും ആദരിച്ചു. ദക്ഷിണേന്ത്യയിൽ നിന്നും തുടങ്ങി ഇന്ത്യയൊട്ടാകെ വ്യാപിക്കുന്ന മഹാശൃംഖലയാകാനുള്ള ചുവടുവയ്പ്പാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ജോജു MJ പുതിയ ബ്രാഞ്ച് പാവറട്ടിക്ക് സമർപ്പിച്ചു. പാവറട്ടി ബ്രാഞ്ചിൽ നിന്നും ഗോൾഡ് ലോൺ, ബിസിനസ് ലോൺ, പേഴ്സണൽ ലോൺ തുടങ്ങി നിരവധി സേവനങ്ങൾ ലഭ്യമാണ്. സാമ്പത്തിക ഇടപാട് രംഗത്ത് അരനൂറ്റാണ്ടോളം നീണ്ട പ്രവർത്തനങ്ങളിലൂടെ ഉപഭോക്താക്കളുടെ വിശ്വാസ്യത നേടിയ JMJ ഫിൻടെക് ലിമിറ്റഡിന്റെ റീജിയണൽ ഓഫീസ് പ്രവർത്തിക്കുന്നത് തൃശൂരിലാണ്. പിയാജിയോ വെഹിക്കിൾസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ തൃശൂർ ജില്ലയിലെ അംഗീകൃത ഡീലറായ നടത്തറയിലെ അവറാൻ അസോസിയേറ്റ്സിൽ അപ്രീലിയയുടെ ഏറ്റവും പുതിയ മോട്ടോർ സൈക്കിൾ ട്യൂണോ 457ന്റെയും വെസ്പയുടെ ഏറ്റവും പുതിയ പ്രീമിയം സ്കൂട്ടർ വെസ്പ ടെക്കിന്റെയും ലോഞ്ചിംഗ് നടന്നു. അവറാൻ അസോസിയേറ്റ്സിന്റെ 10ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് ചടങ്ങ് നടന്നത്. ട്യൂണോ 457 ബൈക്കിന്റെ ലോഞ്ചിംഗ്,
പ്രമുഖ യൂട്യൂബർ അരുൺ സ്മോക്കി, അവറാൻ അസോസിയേറ്റ്സ് മാനേജിംഗ് പാർട്ണർ AM ഹോബി എന്നിവരും വെസ്പാടെക് സ്കൂട്ടറിന്റെ ലോഞ്ചിങ്, പിയാജിയോ വെഹിക്കിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് സൗത്ത് സോൺ റീജിയണൽ മാനേജർ അഹമ്മദ് മീരാൻ, അവറാൻ അസോസിയേറ്റ്സ് പാർട്ണർമാരായ AM റോബി, ലീബ ഹോബി എന്നിവരും ചേർന്ന് നിർവഹിച്ചു. പിയാജിയോ വെഹിക്കിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഏരിയ മാനേജർ അരുൺ രാജ്, അവറാൻ അസോസിയേറ്റ്സ് കുടുംബാംഗങ്ങൾ, കസ്റ്റമേഴ്സ്, സ്റ്റാഫ് തുടങ്ങിയവർ സന്നിഹിതരായി. അപ്രീലിയയുടെ നേക്കഡ് കാറ്റഗറി സെഗ്മെന്റിൽ വരുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയ മോട്ടോർ സൈക്കിളാണ് ട്യൂണോ 457. ഈ കാറ്റഗറിയിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് നൽകുന്ന ബൈക്കാണിതെന്ന് അവറാൻ അസോസിയേറ്റ്സ് മാനേജിംഗ് പാർട്ണർ AM ഹോബി പറഞ്ഞു. വെസ്പയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയതും മികച്ച ഫീച്ചേഴ്സ് ഉള്ളതുമായ പ്രീമിയം സ്കൂട്ടറാണ് വെസ്പാടെക്. കീലെസ് എൻട്രി, നാവിഗേഷൻ, സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി, ഇംബോളൈസർ തുടങ്ങിയ നൂതന ഫീച്ചേഴ്സ് ഈ മോഡലിന്റെ സവിശേഷതയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8606752666. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9005, പവന് 72,040. വെള്ളി ഗ്രാമിന് 110, പ്ലാറ്റിനം ഗ്രാമിന് 3346 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. വേനൽ കനത്തതോടെ ക്ഷീരകർഷകർ കടുത്ത പ്രതിസന്ധിയിൽ. പൊള്ളുന്ന വെയിലിൽ പാലുൽപാദനം കുറഞ്ഞതും കന്നുകാലികളിൽ വർദ്ധിച്ചുവരുന്ന അസുഖങ്ങളുമാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. പാലപ്പള്ളി കുണ്ടായി ചൊക്കന മേഖലയിൽ നിലയുറപ്പിച്ച കാട്ടാനക്കൂട്ടം. മേഖലയിലുള്ളത് 20-ലധികം ആനകൾ. ഭീതിയോടെ നാട്ടുകാർ. MDMA കേസിൽ അറസ്റ്റിലായ വിദേശ പൗരനെ കുന്നംകുളം പോലീസ് ചോദ്യം ചെയ്യുന്നു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിൽപ്പന സംഘത്തിലെ പ്രധാനിയാണ് ഇയാളെന്ന് കണ്ടെത്തൽ. കുട്ടനല്ലൂർ ഫ്ളൈ ഓവറിന് സമീപം തടി കയറ്റിയ ലോറി നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയിലിടിച്ച് ലോറി ക്ലീനർ മരിച്ചു. മേഖലയിൽ അപകടങ്ങൾ തുടർക്കഥ. പെരുമ്പിലാവിൽ വെള്ളം വിതരണത്തിന്റെ മറവിൽ ലഹരി വസ്തുക്കളുടെ വിൽപ്പന. വെള്ളം ഗോഡൌണിൽ നിന്നും 7 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കൊറ്റംകുളത്ത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ കുടുംബത്തെ ആക്രമിച്ച പ്രതി അറസ്റ്റിൽ. പെരിഞ്ഞനം പൊന്മാനിക്കുടം സ്വദേശി സെമീറാണ് അറസ്റ്റിലായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.